റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസ്, മക്കയിലെ ആദ്യകാല മുസ്ലിമീങ്ങളിൽപ്പെട്ട മഹാൻ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു, മാ തഖൂലൂന ഫിസ്സിനാ, വ്യഭിചാരത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം തങ്ങൾ ചോദിക്കുന്നു. വ്യഭിചാരത്തെക്കുറിച്ച് എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? ഖാലൂ ഹറാമുൻ ഹറമഹുല്ലാഹു വറസൂലുഹു, വിവാഹേതര ബന്ധങ്ങൾ പാടില്ലെന്ന് അല്ലാഹുവും അവന്റെ റസൂലും നിർബന്ധമാക്കിയിരിക്കുന്നു. അത് പാടില്ല എന്ന വിഷയം, അത് ഹറാമാണെന്ന് വ്യക്തമാണ്. വിവാഹേതര ബന്ധങ്ങൾ ഹറാമ് തന്നെ. തങ്ങൾ പറഞ്ഞു, നിങ്ങൾ 10ഓളം വ്യഭിചാരം ചെയ്യുന്നത് നിങ്ങളുടെ അയൽവാസിയെ വ്യഭിചരിക്കുന്നതിന് തുല്യമോ അതിലേറെ ഗൗരവമോ ആണ്. ഒരു വ്യഭിചാരത്തിന്റെ കുറ്റം തന്നെ എറിഞ്ഞുകൊല്ലലാണെങ്കിൽ 10 വ്യഭിചാരം ചെയ്യുന്നതിനേക്കാളും ഗുരുതരമാണ് ആ വ്യഭിചാരം നിങ്ങളുടെ അയൽവാസിനിയായ പെണ്ണുമായിട്ടാകുമ്പോ. മാ തഖൂലൂന ഫിസ്സരിഖ, കളവ് മോഷണം ചെയ്യുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഖാലൂ ഹറാം, ഹറാമാണ് നബിയെ. ഹറമഹല്ലാഹു വറസൂലുഹു, അല്ലാഹുവും റസൂലും ഹറാമാക്കിയിട്ടുണ്ട്, മോഷണം പാടില്ല. ലാ യസ്രിഖ അർറജുലു മിൻ 10 അബിയാത്തിൻ ഐസറു മിൻ അൻ യസ്രിഖ മിൻ ബൈതി ജാരി, 10 വീട്ടിൽ നിന്ന് മോഷണം ചെയ്യുന്നതിനേക്കാളും ഗുരുതരമാണ് അയൽവാസിയായ ഒരാളിന്റെ വീട്ടിൽ നിന്ന് മോഷണം ചെയ്യലെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടാ പറഞ്ഞത്, വമൻ നഗ്ലഖ ബാബഹു മിൻ ജാരിഹി മഖാഫതൻ അലാ അഹ്ലിഹി വ ഔമാലിഹി ഫലൈസൽ ജാറു ബിമുഅ്മിൻ, നിങ്ങളുടെ അയൽവാസിയെ പേടിച്ചിട്ട് നിങ്ങൾക്ക് വാതിൽ അടക്കേണ്ടി വന്നാൽ നിങ്ങളുടെ അയൽവാസി നോക്കുമോ കാണുമോ അവൻ ദുഷ്ടമായ ലാക്കോടുകൂടെ കടന്നു വരുമോ എന്ന് പേടിച്ചുകൊണ്ട്, നിങ്ങളുടെ ഭാര്യ മക്കളെ സമ്പത്തിനെയോ പേടിച്ചുകൊണ്ട് നിങ്ങളുടെ അയൽവാസിയുടെ മുമ്പിൽ നിങ്ങൾക്ക് വാതിൽ അടക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ ആ അയൽവാസി ഫലൈസൽ ജാറു ബിമുഅ്മിനിൻ, അയാൾ മുഅ്മിനല്ല എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കിണർ കുടിക്കുമ്പോൾ പോലും ഈ ബന്ധമുണ്ടത്രേ. ടോയ്ലറ്റിന്റെ സെപ്റ്റിക് ടാങ്ക് വെക്കാൻ അയൽവാസിന്റെ വീടിന്റെ ആ മൂലയിൽ കൊണ്ടുപോയി വെക്കരുത്, അവർക്ക് ഉപദ്രവം ഉണ്ടാക്കരുത്. ടോയ്ലറ്റ് ഉണ്ടാക്കാൻ അയൽവാസിന്റെ വീടിന്റെ ഫ്രണ്ട് ഭാഗമാണത്, അവിടെ കൊണ്ട് അയൽവക്കക്കാരന്റെ ടോയ്ലറ്റ് ഉണ്ടാക്കരുത്. അത് മറയും റൂമൊക്കെ ഉള്ളതാണ്, ചിലപ്പോൾ എയർ കണ്ടീഷനും ആയിരിക്കും, പക്ഷെ ടോയ്ലറ്റ് തന്നെയല്ലേ, അതിൽ ഹുർമത്തില്ലാത്ത സ്ഥലല്ലേ, അയൽവാസിയെ ബുദ്ധിമുട്ടാക്കി. സെപ്റ്റിക് ടാങ്ക് കിണർ തൊട്ടടുത്ത് വെച്ചു, ശറഅനി നിയമമുണ്ട്. ഇതൊരു അതിരാണ് പള്ളിയുടെ, അത് ഇവിടെ കിണറുണ്ട് പള്ളിക്ക് എന്ന് വിചാരിക്കും. തൊട്ടിപ്പുറത്ത് അയൽവാസി ഒരു കിണർ കുഴിച്ചു. ആ കിണർ കുഴിച്ചപ്പോ ആദ്യത്തെ കിണറിലെ വെള്ളം വറ്റിയാൽ, ഇതിലെ വെള്ളം അതിലേക്ക് വലിഞ്ഞു പോയാൽ രണ്ടാമതുണ്ടാക്കിയ കിണർ മൂടണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. ഈ വെള്ളം വലിയാൻ കാരണം അതാണ്. എങ്ങനെ അറിയും? ചിലപ്പോൾ മണ്ണെണ്ണ ഒഴിക്കേണ്ടി വരുന്നു, അങ്ങനെ ഫുഖഹാക്കൾ പറഞ്ഞു. അതുപോലെ സാധനം ഒഴിച്ചിട്ട് പിന്നെ അത് അടിച്ചൊഴിവാക്കേണ്ടി വരും. ആ മണ്ണെണ്ണയുടെ രുചി ഈ കിണറിൽ നിന്ന് അടുത്ത കിണറിലേക്ക് പാസ്സാവുന്നുണ്ടോ, ഉണ്ടോ എങ്കിൽ ഈ കിണറിലെ വെള്ളം വലിയാൻ കാരണം ഈ കിണറാണെന്ന് മനസ്സിലാക്കുന്നു. എന്നിട്ട് പുതിയ കിണർ മണ്ണിട്ട് മൂടണം എന്നാണ് ശറഅന്റെ നിയമം. അയൽപക്കത്തിന്റെ ഇത്രയും ഗൗരവമാണ് നമ്മുടെ അയൽപക്ക ബന്ധങ്ങൾ. ഒരാളും ഒരാളെയും ബുദ്ധിമുട്ടാക്കരുത്, പ്രയാസപ്പെടുത്തരുത്. വീടിന്റെ ഏതെങ്കിലും ചെടികളോ ഇതുപോലെ തെങ്ങുകളോ ചാഞ്ഞു നിൽക്കുകയാണ്, അവർക്ക് വിഷമുണ്ടാക്കും. കുട്ടികൾ കളിക്കുന്ന മുറ്റമാണ്, തേങ്ങ തലയിൽ വീണേക്കും. ആ മരമങ്ങ് മുറിച്ചു മാറ്റിക്കൊണ്ടെങ്കിലും അതാണ് പരിഹാരമെങ്കിൽ അത് അയൽപക്കക്കാരനെ ബുദ്ധിമുട്ടാക്കല്ലേ. ഈമാൻ അല്ലാഹു സ്വീകരിക്കില്ലെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ മഹാനവറുകൾ പറഞ്ഞ ഒരു സംഭവം, ലാ യംനഅന്ന ജാറുൻ ജാറഹു അൻ യഗ്രിസ ഖശബഹു ഫീ ജിദാരിഹി, ലാ യംനഅന്ന ജാറുൻ ജാറഹു അൻ യഗ്രിസ ഖശബഹു ഫീ ജിദാരിഹി. അടുത്തടുത്ത് വീട് വെക്കുന്ന ചുറ്റുപാട് മക്കയിലും മദീനത്തൊക്കെ ചെന്നാൽ മനസ്സിലാവും. നമ്മുടെ നാടുകളിൽ വീടുകളൊക്കെ ഗ്രാമങ്ങളെ പോലെ വിട്ടുവിട്ടാണ്. അടുത്ത വീട് ഈ ഒരു ചുമരിനെ ചാടി ഇവിടെ ഒരു ചുമര് വരും. ആ ചുമര് വരുമ്പോ ഇവിടെ ഒരു അയൽവാസി വീട് വെക്കുകയാണെങ്കിൽ ആ അയൽവാസിനെ അവിടെ ഒരു ചുമര് കെട്ടേണ്ട കാര്യമില്ല എന്നാ. അയൽപക്കക്കാരന്റെ ആ ചുമരിൽ അയൽവാസിയുടെ വീടിന്റെ ഖശബ്, അന്ന് മരം കൊണ്ടാണ് വീടുണ്ടാക്കിയ മേൽഭാഗം, ആ മരം അതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ ചുമരിന് താങ്ങാൻ കഴിയുമെങ്കിൽ ഒരു അയൽവാസി അത് പറ്റില്ല എന്ന് പറയാൻ പാടില്ല. വലോ മസ്ജിദൻ, പള്ളിയാണെങ്കിൽ തന്നെയും. പള്ളിന്റെ അടുത്തൊരു വീടുണ്ടാക്കുന്ന അയൽവാസി പള്ളിന്റെ ചുമരിന്
സ്ട്രോങ് ആണ്. അവിടെ അയൽവാസിക്ക് ഒരു ബീം കെട്ടാൻ പറ്റും, ഉറപ്പുണ്ട്. അയൽവാസിക്ക് സ്ഥലമില്ല, ആ ചുമരിന്റെ ഭാഗം, ബാക്കി 3 ചുമര് ഇയാൾ കെട്ടണം. പക്ഷെ അതിര് കിടക്കുന്നത് പള്ളിയുടെ ചുമരാണ്. ആ ചുമര് കട്ടിയുള്ളതും ഉറപ്പുള്ളതുമാണെങ്കിൽ പള്ളി കമ്മിറ്റിക്കാരെ എന്ത് ചെയ്യാൻ പറ്റില്ല എന്നാ, ഏതവിടെ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൂടാന്ന. അത്രയും ഗൗരവം മസ്ജിദിന്റെ വിഷയത്തിൽ പോലും നമ്മുടെ ഫുഖഹാക്കൾ കണ്ടിട്ടുണ്ട്. അയൽവാസിയുള്ള ബന്ധം അങ്ങനെയാ. അയൽവാസിയുടെ വീടിന്റെ ഒരു ചുമരിന്റെ ഭാഗം തന്റെ അയൽവാസിക്ക് തന്റെ ഒരു ചുമരായിട്ട് കാണാം. അതിന്റെ ഉൾഭാഗം ഉപയോഗിക്കാം, പുറം ഭാഗം. അവിടെ ഞാൻ ഇവിടെ ഒരു ചുമര് കെട്ടാതെ നിങ്ങളുടെ ചുമരും എന്റെ മരം വെച്ചിട്ട് ഞാൻ അതൊന്ന് മേഞ്ഞോട്ടെ എന്ന് ചോദിച്ചാൽ പറ്റില്ല, നീ വേറെ വെച്ചോ എന്ന് പറയാൻ ഒരു കാരണേ പാടുള്ളൂ. എന്ത്? നിങ്ങളുടെ ചുമര് സ്ട്രോങ് അല്ല, അത് വെച്ചാ ഇത് പൊളിഞ്ഞു വീഴും, എന്നാ വേണ്ടെന്ന് പറയാം. അല്ലേ, നിങ്ങളുടെ അയൽവാസിക്ക് നിങ്ങൾ ആ സൗകര്യം ചെയ്തു കൊടുക്കണം. അബൂ ഹുറൈറ തങ്ങൾ പറയാ, ലാ യംനഅന്ന ജാറുൻ ജാറഹു, നിങ്ങൾ ആരും ഒരു അയൽവാസിയോട് വേണ്ട എന്ന് പറയരുത്. അയ്യഗ്രിസ ഖശബഹു ഫീ ജിദാരിഹി, നിങ്ങളുടെ വീടിന്റെ ചുമരിലേക്ക് അവന്റെ വീടിന്റെ മേൽക്കൂല വെക്കാനുള്ള പലക വെക്കുമ്പോൾ നിങ്ങൾ പാടില്ല എന്ന് പറയരുതേ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, മാലി അറാകും അൻഹാ മുഅ്രിദീൻ, നിങ്ങൾ ആരും എന്താ ഇത് ചെയ്യാതിരിക്കുന്നത്? അബൂ ഹുറൈറ തങ്ങൾ പറയാം, റസൂലുള്ളാഹി നിങ്ങൾ പറഞ്ഞതല്ലേ ഇത്, എന്നിട്ട് എന്താ നിങ്ങൾ സമ്മതിക്കാത്തത്? വല്ലാഹി ലൽഖയന്ന ബിഹാ ബൈന അക്താഫികും, ഞാൻ ഈ നിയമം നിങ്ങളുടെ ചുമലിലേക്ക് ഏൽപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ നിയമമാണ്. വലൗ കാന ഹാദൽ ജിദാറു മസ്ജിദൻ വയജൂസു ഹാദാ, ഹംബലി മദ്ഹബിലെ അഭിപ്രായമാണ്. പക്ഷേ ഫുഖഹാഇന്റെ ആ ഒരു വീക്ഷണം ഞാൻ അത്ഭുതപ്പെടാൻ. ഹംബലി മദ്ഹബിലാണ്. الحنابلة قالت الحنابلة يجوز هذا ولو كان هذا الجار مسجدا إذا كان جداره قويا فيجوز حينئذ أن تضع خشب سقفك على جدار المسجد وهو بيت الله. الله نبليان ആ പള്ളിയുടെ ഒരു ചുമരാണ് നിങ്ങളുടെ വീടിന്റെ ഒരു അതിർത്തിയായി വരുന്നത്. അവിടേക്ക് നിങ്ങളുടെ വീടിന്റെ മേൽക്കൂര വെക്കാൻ പള്ളി കമ്മിറ്റിക്കാരെ തടസ്സം നിൽക്കാൻ പാടുള്ളതല്ല എന്ന് ഹംബലി മദ്ഹബിലെ ഫുഖഹാക്കൾക്ക് അഭിപ്രായമുണ്ട്. സുബ്ഹാനല്ലാഹ്. പിന്നെ നാട്ടുകാരുടെയും നമ്മുടെ വീട്ടുകാരുടെയും കഥ എത്രയാണ്. അല്ലാഹുവിന്റെ മസ്ജിദാണിത്. അപ്പൊ നമ്മളൊക്കെ എത്ര വീഴ്ചയാണ് നാടുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടി ഇനി ആരെങ്കിലും പിന്നീട് കേൾക്കുകയാണെങ്കിൽ തന്നെയും നിസ്സാരമായ മതില് വെച്ച് കെട്ടിയിട്ട് നമ്മുടെ വീടുകളുടെ അതിര് കെട്ടാൻ വേണ്ടി എന്ന ആ ഒരു കാരണം പറഞ്ഞ് വഴിയാത്രക്കാർക്ക് വാഹനം തിരിയാൻ കഴിയാതെ, ഒരാൾക്ക് കടന്നു പോകാൻ കഴിയാതെ, ഒരു ഓട്ടോറിക്ഷയ്ക്കോ കാറിനോ പോകാൻ കഴിയാതെ, അസൂയ കൊണ്ട് ഇതിലൊക്കെ നടന്നുപോയ കാലല്ലേ, ഇപ്പോഴല്ലേ കാറായത്, അവർ നടന്നങ്ങ് പോയാൽ മതി, ഇത് അഹങ്കാരവും അസൂയയുമാണ്. അതൊക്കെ ഒരു അണുമണി തൂക്കം, കടകിന്റെ അത്ര, ഒരു ഗ്രാം പോലും കിട്ടൂല. അത് അത്ര ഉണ്ടെങ്കിൽ സ്വർഗം കിട്ടൂല എന്നാണ് നബി തങ്ങൾ പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുകൊണ്ട് ശ്രദ്ധിക്കണേ, അയൽപക്ക ബന്ധങ്ങളെ ഈമാൻ കൊണ്ട് ദൃഢപ്പെടുത്തണേ. സ്നേഹബന്ധമാണ്, പരിശുദ്ധ നബി തങ്ങൾ പഠിപ്പിച്ച ബന്ധമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ 40 വീടുകൾ നമുക്ക് ചുറ്റും, നമ്മുടെ മുമ്പിൽ 40, പിന്നിൽ 40, വലതുഭാഗത്ത് 40, ഇടത് 40, ഓരോ വീടുകൾക്കും അങ്ങനെ 40. അങ്ങനെ നോക്കിയാൽ ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ വീടുകളും രാജ്യങ്ങളായ രാജ്യങ്ങളും അതിനുള്ള ജില്ലകളും പഞ്ചായത്തുകളും ഒക്കെ ഹഖുൽ ജിവാർ, അയൽപക്കത്തിന്റെ ബന്ധത്തിന്റെ താഴെ വരുന്ന ബന്ധമേ ഉള്ളൂ. സുബ്ഹാന. നമ്മളൊക്കെ ഈ ഭൂമിയിലെ അയൽക്കാർ, ആരും ആരെയും ഉപദ്രവിക്കാതെ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം സർവ്വ മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും അല്ലാഹു നൽകിയത് അംഗീകരിച്ചുകൊണ്ട് നമ്മൾ മുസ്ലിമീങ്ങളാണ്. നമ്മുടെ അയൽവാസി എന്ത് ഉപദ്രവം ചെയ്താലും അവരോട് നന്മ ചെയ്ത് ആ നന്മയെ പരിപോഷിപ്പിച്ച് അവർക്ക് ഉപകാരം ചെയ്ത് ഉപദ്രവങ്ങളെ സഹിക്കുന്നത് പോലും അയൽപക്ക ബന്ധത്തിന്റെ ബാധ്യതയാണെന്ന് പരിശുദ്ധ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ദുആയിലേക്ക് കടക്കാണ്. അസ്ർ നിസ്കാരത്തിന്റെ സമയമായി നിസ്കരിക്കാൻ കാത്തിരിക്കുകയാണ്. നമ്മുടെ ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്. അതിൽ കാര്യമായ സഹായം എല്ലാവരും ചെയ്തു കൊടുക്കണമെന്ന് അറിയിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സർവശക്തനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഹുസ്നുൽ ജിവാർ, നല്ല അയൽപക്ക ബന്ധങ്ങളെ അല്ലാഹു നൽകട്ടെ. നമ്മുടെ അയൽപക്കക്കാർ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നന്നാക്കി തരട്ടെ. നാളെ ഖബറിന്റെ അകത്തും അല്ലാഹു നന്നാക്കി തരട്ടെ. ഏറ്റവും നല്ല അയൽക്കാരെ കിട്ടിയ 2 മഹാന്മാർ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു
പരിശുദ്ധ നബിയാണ് അവിടുത്തെ ജാർ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികളുടെ സുഹബത്ത് കിട്ടിയ മഹാന്മാർ, സജ്ജനങ്ങളുടെ കൂടെ കിടക്കാൻ നാളെ ഖബറിന്റെ അരികത്തേക്ക് ഖബറിലേക്ക് വരുമ്പോ അവിടെ സജ്ജനങ്ങൾ നമ്മുടെ പരിസരത്തുണ്ടായി അവരുടെ റഹ്മത്തിന്റെ ഫൈളാൻ നമ്മിലേക്കും അല്ലാഹു നൽകിയെങ്കിലും അല്ലാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജാരി സൂഇ ഫീ ദാരിൽ ഇഖാമ എന്ന് നബി തങ്ങൾ പറഞ്ഞ അല്ലാഹു ഞങ്ങളുടെ നാടുകളിൽ മോശപ്പെട്ട അയൽപക്ക ബന്ധങ്ങളില്ലാതെ നീ കാക്കണേ റബ്ബേ.